സർ, ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആവേശത്തിലാണ് ഇന്ന് കേരളം. കായിക കേരളത്തിൽ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനും അന്താരാഷ്ട്ര മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ലോക നിലവാരത്തിലുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ആവശ്യമാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതും ആധുനിക സൗകര്യങ്ങളോട് കൂടിയതുമായ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ നിർമ്മിക്കും. ഇതിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. സർ, ബ്രാൻഡ് കേരളം, സുഗന്ധവ്യഞ്ജനങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, ആയുർവേദ കൂട്ടുകൾ, കശുവണ്ടി, കയർ എന്നീ കേരളീയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാര ലോക പ്രശസ്തമാണ്. എന്നിരുന്നാലും അവ പലപ്പോഴും ആഗോള വിപണികളിൽ ഇടനിലക്കാരുടെ ലേബലുകളിലാണ് എത്തുന്നത്. ഇതുവഴി കേരളത്തിലെ ഉൽപ്പാദകർക്ക് അർഹിക്കുന്ന മൂല്യം ലഭിക്കാതെ വരുന്നു. ഇതിനു പരിഹാരമായി ഈ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച ഗുണനിലവാരവും ബ്രാൻഡിങ്ങും ഉറപ്പുവരുത്താൻ ഒരു സമഗ്രമായ വിപണി വികസന സംരംഭമായ ബ്രാൻഡ് കേരളം സർക്കാർ ആരംഭിക്കും. ഓരോ മലയാളിയെയും കേരളത്തിൻ്റെ മികച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് പ്രേരിപ്പിക്കും വിധം അഭിലഷണീയ മൂല്യം, അതായത് ആസ്പിറേഷണൽ വാല്യൂ പ്രദാനം ചെയ്യുന്നതായിരിക്കണം അവ. ഗുണനിലവാരവും ആധികാരികതയും ഉറപ്പു നൽകുന്ന ഒരു സർട്ടിഫിക്കേഷൻ ചട്ടക്കൂടായ കേരള മാർക്ക് വികസിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടി ഒരു പ്രത്യേക സംവിധാനമുണ്ടാകും. ഈ സർട്ടിഫിക്കേഷൻ ഉപഭോക്തൃ ആത്മവിശ്വാസം ശക്തിപ്പെടുത്തുകയും ആഭ്യന്തര അന്തർദേശീയ വിപണികളിൽ ഉടനീളം കേരളത്തിലെ ഉൽപ്പാദകർക്ക് വിപണിയിലേക്കുള്ള പ്രവേശനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. സർ, ഫിഷറീസ് സപ്ലാൻ, മത്സ്യലഭ്യതയിലുള്ള കുറവ്, കാലാവസ്ഥാ വ്യതിയാനം, തൊഴിലിടങ്ങളിൽ അപകടങ്ങൾ, ഉയർന്ന ഇന്ധനവില, വിലയിലെ അസ്ഥിരത എന്നിവ മൂലം മത്സ്യമേഖലയും മത്സ്യത്തൊഴിലാളികളും പ്രതിസന്ധിയിലാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള ഈ വിഭാഗത്തിന് പദ്ധതി നിർവഹണത്തിൽ ഒരു ഫിഷറീസ് സപ്ലാൻ ആവിഷ്കരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും നിലവിലെ അപകട ഇൻഷുറൻസ് തുക പരിഷ്കരിക്കും. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും വിദേശ പഠനത്തിനും സഹായം നൽകും. വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് റെസ്ക്യൂ ബോട്ടുകളും വനിതകൾക്ക് മത്സ്യവിപണനത്തിന് സഹായകമായി ഷീ സ്കൂട്ടറുകളും അനുവദിക്കും. മിഷൻ സമുദ്രയുടെ ഭാഗമായി പോർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലകളിൽ പ്രത്യേകമായ പരിഗണന അവർക്ക് ഉറപ്പാക്കും. സർ, കേരള അർബൻ ഗ്രോത്ത് മിഷൻ, കേരളം ഇന്ന് അതിവേഗ നഗരവൽക്കരണ പാതയിലാണ്. ഈ വളർച്ച സാമ്പത്തികമായി ശക്തവും പരിസ്ഥിതി സൗഹൃദവുമായ ആഗോള മത്സരക്ഷമതയുള്ള നഗരങ്ങളാക്കി മാറ്റേണ്ടതുണ്ട്. ഇതിനായി കേരള അർബൻ ഗ്രോത്ത് മിഷൻ എന്ന സമഗ്ര പദ്ധതിക്ക് രൂപം നൽകിയാണ്. സാർ, ഇതിനായി 100 കോടി രൂപ വകയിരുത്തുന്നു. നഗരങ്ങളിലെ പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനും സമഗ്രമായ മഴവെള്ള നിയന്ത്രണ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും ശാസ്ത്രീയ മാലിന്യ സംസ്കരണം നടപ്പിലാക്കുന്നതിനും പ്രാധാന്യം നൽകും. ഇതിനെല്ലാമായി അർബൻ ചാലഞ്ച് ഫണ്ട് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തും. കൂടാതെ നഗര തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സുസ്ഥിരത വർദ്ധിപ്പിക്കുന്നതിനും ഭരണ സംവിധാനം പ്രൊഫഷണലാക്കുന്നതിനുമായ പരിഷ്കാരങ്ങളും നടപ്പിലാക്കും. യൂണിഫൈഡ് മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി തിരുവനന്തപുരത്തും കോഴിക്കോടും സ്ഥാപിക്കും. കൊച്ചിയിൽ നിലവിലുള്ള അതോറിറ്റിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.